ബോട്രോണിക്സിന്റെ എർഗണോമിക് മൗസിന്റെ ഫുൾ റിവ്യൂ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ഒരു എർഗണോമിക് മൗസ് വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക. ബോക്സിനകത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മൗസ് കിട്ടുന്നതാണ്, അതുപോലെ തന്നെ ഒരു 2.4 GHz ഡോംഗിളും കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഒരു ടൈപ്പ് സി ചാർജിംഗ് കേബിളും യൂസർ മാനുവൽ വാറന്റി കാർഡ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ബോക്സിനകത്ത് കിട്ടാൻ പോകുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ മൗസിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു എർഗണോമിക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോർമൽ മൗസ് ലോങ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിന് വേദന ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ എർഗണോമിക് ഡിസൈനുള്ള മൗസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള വേദനയോ ഇറിറ്റേഷനോ വരണമോ നിങ്ങൾക്ക് വരുന്നതല്ല. പിന്നെ കണക്ടിവിറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.4 GHz ഡോംഗിൾ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 2 ഡിവൈസ് വരെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ 3 ഡിവൈസ് നിങ്ങൾ അറ്റ് ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു 500 mAh റീചാർജബിൾ ബാറ്ററിയാണ് ഈ മൗസിനകത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മറ്റ് മൗസിനെ പോലെ ബാറ്ററി വാങ്ങിയിട്ട് വേറെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടൈപ്പ് സി യൂസ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്തുകൊണ്ട് പിന്നെയും മൗസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടലി നിങ്ങൾക്ക് ഈ മൗസിനകത്ത് 6 ബട്ടൺസ് കിട്ടുന്നുണ്ട്. അതിൽ ഒരു ബട്ടൺ എന്ന് വെച്ചാൽ ഡി പി കൺട്രോൾ ചെയ്യാനുള്ള ബട്ടനാണ്. നിങ്ങൾക്ക് യൂസബിൾ ആയിട്ടുള്ള ബട്ടൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ബട്ടൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ബട്ടൺസും കാര്യങ്ങളും കസ്റ്റമൈസബിൾ ഒന്നുമല്ല. നിങ്ങൾക്ക് ഡി പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2400 DP വരെ പോകുന്നതാണ്. അപ്പോൾ ഈ കിഡിലെ എർഗണോമിക് മൗസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് മൗസ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മാത്രമേ ഡയറക്റ്റ് നിങ്ങൾ DM ലേക്ക് എത്തുന്ന ഓർക്ക് നിങ്ങൾ മസ്റ്റ് ഫോളോ ചെയ്തിട്ട് മാത്രം കമന്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമേഷൻ വർക്ക് ചെയ്യുള്ളൂ.